ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. പാവയ്ക്ക എന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഇഷ്ടമല്ല. അതിൻ്റെ കയ്പ്പ് കാരണം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ കയ്പ്പൊന്ന് കുറച്ച് നല്ല സൂപ്പർ ഒരു മുളകിട്ട പാവയ്ക്ക കറി റെഡിയാക്കിയാലോ. അതിനായി ഞാൻ പാവയ്ക്ക എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ അരയ്ക്കണം. പിന്നെ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ഇങ്ങനെ നല്ല കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ചേരുവകൾ. ഇനി സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ട എണ്ണ വേണം, കറിവേപ്പില വേണം, പിന്നെ താളിക്കാൻ കുറച്ച് ഉലുവ വേണം. ഉലുവ ഞാനിവിടെ കാണിച്ചിട്ടില്ല, എന്നാലും നിങ്ങളത് എടുത്തോളൂ. പിന്നെ അടുത്ത മെയിൻ താരമാണിത്, പുളിവെള്ളം. പുളിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇതാണ് ഇതിലെ മെയിൻ ഐറ്റം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യമായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഉലുവ മൂപ്പിക്കാനായി വെക്കുക. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ബ്രൗൺ നിറമൊന്നും ആവണ്ട, അതിന് മുന്നേ നമുക്ക് പച്ചമുളക് ചേർത്തിളക്കാം. പച്ചമുളകും ഇതുപോലെ വല്ലാതെ മൂത്ത് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. അതിന് മുന്നേ നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി നല്ലപോലെ വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതെങ്ങനെയാണ് വാടി വരുന്നത് മനസ്സിലാവാമെന്ന് വെച്ചാൽ വെള്ളം നന്നായി വറ്റി വരണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം. പുളി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ട്. നിങ്ങൾക്ക് എത്ര വെള്ളത്തിൽ വേണമെങ്കിലും കലക്കാം. കാരണം ഇനിയും നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട് അഡീഷണലായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊടികൾ ചേർക്കുന്നതാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ പൊടികൾ, ഇത്രയും പൊടികൾ ഞാൻ ഇതിലേക്ക് ചേർത്തു. ഇനി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ചേർക്കുക. ഞാൻ 3 കപ്പോളം വെള്ളം ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് പാവയ്ക്ക അരിഞ്ഞത് ചേർത്ത് ഇളക്കുക. പാവയ്ക്ക അത്യാവശ്യം വേവുള്ളൊരു പച്ചക്കറിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് വേവിക്കും തോറും ചിലപ്പോൾ ഗ്രേവി വറ്റിക്കൊണ്ടിരിക്കും, പാവയ്ക്ക വേവാത്തൊരവസ്ഥയിലേക്ക് എത്തും. സോ നമ്മൾ പാവയ്ക്കയുടെ വേവ് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇനി അഥവാ പാവയ്ക്ക വേവാതെ കിടക്കുന്ന സമയത്ത് ഗ്രേവി നന്നായി വറ്റിപ്പോയാൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്തിട്ട് പാവയ്ക്ക വേവാൻ ആവശ്യമുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. പാവയ്ക്ക നന്നായി വെന്ത് ചാറ് കുറുകി വരുന്നതാണ് പാകം. ഓക്കെ, അപ്പോൾ ഇവിടെ ചാറ് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ കറി ഒരു വെള്ളം പോലെ ലൂസായിട്ടുള്ള കറിയല്ല, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്. ഏതാണ്ട് ഒരു മീൻ മുളകിട്ടതിൻ്റെ അതേപോലെയുള്ള ടെക്സ്ചർ തന്നെയാണ് ഇതിന് വരുന്നത്. ഭയങ്കര ഹെൽത്തിയാണ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ക്ലെൻസ് ആവും ഇങ്ങനെയുള്ള കറികളൊക്കെ എപ്പോഴെങ്കിലും കഴിച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാവയ്ക്ക മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് എല്ലാ ഭാഗത്തേക്കും ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണ ചേർത്താൽ കൂടുതൽ നമ്മൾ തിളപ്പിക്കരുത്, ചട്ടിയിലിരുന്നിട്ട് തന്നെ എടുത്ത് തിളച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക മുളകിട്ടത്. ഇത് ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാനിവിടെ ഫിഷ് ഫ്രൈയുടെ ഒപ്പമാണ് ഈ ഒരു കറി ചോറ് കൂട്ടി കഴിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ്.